പൂർത്തിയായി. റബീഉൽ ലെവലിൽ 3 ഞാൻ അവിടെ വന്നത്. പൂർത്തിയായിട്ട് പിന്നെ റമദാനായി. അപ്പൊ ഈ കഴിഞ്ഞ റമദാനായപ്പോൾ ഞാൻ വണ്ടി പഠിച്ചിട്ടില്ല. എൻ്റെ വീട്ടിൽ വണ്ടിൻ്റെ കാറൊക്കെ ഉണ്ട്. പക്ഷേ അങ്ങനെയാണെങ്കിലും എനിക്ക് രാവിലെ എത്താൻ വളരെ പ്രയാസമായി. ഇവരെത്തുന്നതിന് മുമ്പ് ഞാൻ തന്നെ വരാറുണ്ട്. എന്നിരുന്നാലും പിന്നെ പ്രയാസമായത് കൊണ്ട് ഞാൻ സംശയം പറഞ്ഞു, എന്നെ കൊണ്ട് ഷാവല് ഞാൻ പള്ളിയിൽ മാസം ഒഴിവാകാറുണ്ട് എന്ന് പറഞ്ഞപ്പോ ഒന്നില്ലാതെ പറഞ്ഞ് ആലോചിക്കാം. പിന്നെ ഞാൻ ഷാങ്ങളൊക്കെ ഞാൻ പറഞ്ഞു അങ്ങനെയൊക്കെയാണ് ഞാൻ ഈ റമദാനിന് ശേഷമായിക്കൊണ്ട് ഒഴിവാകുന്നത്. അതിൻ്റെ ഇടയിലായിക്കൊണ്ട് എൻ്റെ നേതാക്കന്മാർ പറഞ്ഞ കാര്യം ഇവിടെ ഗ്രൂപ്പ് അടിസ്ഥാനത്തിലോ മറ്റോ ആരെങ്കിലും ഒരാളോട് ഒരു വെറുപ്പോ അല്ലെ കേസിങ്ങനെ ചെയ്തല്ലോ എന്നോ പറഞ്ഞു തോന്നില്ല. ഞാൻ ഒരുപാട് തെറ്റിയതല്ലാതെ പറയല്ല. സ്ഥാപനമായിക്കൊണ്ടും മാറ്റമായിക്കൊണ്ടും ആ നിലക്ക് 27 വർഷം ഞാനും എൻ്റെ കുടുംബം ജീവിച്ചു. ഞാൻ മാത്രമല്ല, എൻ്റെ കുടുംബം പരിപൂർണമായിക്കൊണ്ട് നിങ്ങളുടെ സഹായമൊക്കെ ഉണ്ട്. 2 മകളെ കല്യാണം കഴിച്ച് ഞാനൊരു വീട്ടിൽ പോയി പറഞ്ഞിട്ടില്ല. പക്ഷേ വീട്ടുകാർ ഞാൻ പറയാത്ത നിങ്ങളെല്ലാവരും എൻ്റെ വീട്ടിൽ വന്ന 2 കല്യാണം പങ്കെടുത്തു. ഞാൻ ഹജ്ജിന് പോയി നിങ്ങളെ സഹായിച്ചു. അങ്ങനത്തെ എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ നിർവഹിച്ചതിൽ നിങ്ങൾ പരിപൂർണമാണ്. മനസ്സിലായി പറഞ്ഞ പോലെ എനിക്കും എൻ്റെ കുടുംബത്തിനും ഒരിക്കലും മറക്കാൻ പറ്റാതായിരിക്കുന്ന ചുറ്റുപാടുകളോടുകൂടിയാണ് ഞാൻ 20 വർഷം ജീവിച്ചത്. അന്നും ഇന്നും ഇപ്പോഴും നിങ്ങൾ നോക്കി ഞാൻ ഒരിക്കലും വിചാരിച്ചാലേ ഈ മഹാന്മാർ നിങ്ങൾ പറയുന്നതിൽ പഠിച്ചെടുത്ത റഹ്മാനെ ഈ സ്നേഹബന്ധം ദുനിയാവിലും ആഖിറത്തിലും നിങ്ങൾക്ക് തന്നെ റഹ്മാനെ പഠിച്ചെടുത്തെ മഹാന്മാർ ഉസ്താദുമാരോട് കൂടി സ്വർഗത്തിൽ കിടക്കുന്ന കൂട്ടത്തിൽ എല്ലാവരെയും ഉൾപ്പെടുത്തിയ റഹ്മാനെ നബിന്റെ ശഫാഅത്തിൽ നിർമ്മിച്ചു റഹ്മാനെ ഇതെന്തെല്ലാം എനിക്ക് ചെയ്തോ എൻ്റെ മക്കൾക്ക് വേണ്ടി വീട്ടിലെ കർമ്മത്തിന് വേണ്ടി കുടുംബത്തിന് വേണ്ടി പലർക്ക് വീടിന് വേണ്ടി സഹായികളൊക്കെയും പഠിച്ചെടുപ്പേ നീ കബൂലാക്കണേ റഹ്മാനെ. അതിന് പരിപൂർണമായ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും നൽകണേ റഹ്മാനെ എന്ന് മാത്രം ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കുന്നു.